പരിണാമം ഇന്നത്തെ ആധുനിക സമൂഹത്തിന്, യുവതലമുറയ്ക്ക്, ഇന്നത്തെ ടെക്നോളജിക്ക് അനുസരിച്ചുള്ള ഒരു മാറ്റം, ഒരു തീരുമാനമാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾ എടുത്തത്. ഇതില് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ കാര്യം ഏകപക്ഷീയമായിട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രസിഡന്റ് എടുത്തതാണോ എന്ന്. കാരണം ഇത് കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തെപ്പറ്റി പുറലോകം അറിയുന്നത് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള പത്രസമ്മേളനം വിളിച്ച് ആ സമ്മേളനം നടക്കുന്നതിന് 15 മിനിറ്റ് മുമ്പാണ്. ഇത് 2020 പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലുമെല്ലാം ചർച്ച ചെയ്ത് വളരെ മുമ്പ് തന്നെ തീരുമാനമെടുത്തുള്ളൊരു കാര്യമാണ്. ഈ ചർച്ചയിൽ പലരും സ്വതന്ത്രമായിട്ട് തന്നെ നിന്നാ മതി എന്നുള്ള അഭിപ്രായക്കാരുണ്ടായിരുന്നു. UDFന്റെ കൂടെ ചേരണമെന്നുള്ള അഭിപ്രായമുള്ള ആളുകളുണ്ടായിരുന്നു. എന്നാൽ LDFന്റെ കൂടെ കൂടണമെന്ന് ഒരാൾ പോലും അഭിപ്രായമുണ്ടായിരുന്നില്ല. അതേസമയത്ത് ഭൂരിപക്ഷം ആളുകളും NDAയുടെ കൂടെ ഭാഗമാകണം എന്നുള്ള അഭിപ്രായമാണ് അവിടെ രേഖപ്പെടുത്തിയത്. അങ്ങനെ ആ യോഗത്തില് യുക്തമായ തീരുമാനമെടുക്കാനായിട്ട് പാർട്ടി അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോ ഒരു സുപ്രഭാതത്തില് പെട്ടെന്നുണ്ടായ, ആരും അറിയാതെ, ആരോടും ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനമാണ് എന്നുള്ളത് വസ്തുതാവിരുദ്ധമാണ്. പിന്നെ പലരും പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോ 2020 പാർട്ടി പിളർന്നു, 2020യുടെ ഒരുപാട് അംഗങ്ങൾ ഇതിൽ നിന്ന് വിട്ടുപോയി എന്നല്ല. നമുക്കറിയാം, ഏതൊരു കാര്യത്തിലും ഒരു പരിണാമം നടക്കുന്ന സമയത്ത് അതിൽ നിൽക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടുള്ള മനോവിഷമങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും. അത് 2012 ഞങ്ങള് ചാരിറ്റബിൾ ഓർഗനൈസേഷനിൽ നിന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോ അന്ന് ഇതിന്റെ ഭാഗമായിരുന്ന CPMന്റെ അംഗങ്ങള് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് വിട്ടുപോയി. അംഗങ്ങളായിരുന്ന BJPയുടെ അംഗങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടുപോയി. കോൺഗ്രസിന്റെ അംഗങ്ങളും വിട്ടുപോയി. അന്നും ഇത് നടന്നിരുന്നു. അതൊരു പരിണാമമായിരുന്നു. 2016 സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപം കൊണ്ടു കഴിഞ്ഞപ്പോ രാഷ്ട്രീയത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ അതിൽ നിന്ന് വിട്ടുപോയി. അന്നും ഇത് നടന്നിരുന്നു. പക്ഷേ പാർട്ടി വീണ്ടും ശക്തിയായി മുന്നോട്ട് പോയി. ഇപ്പോ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഇതും ഞങ്ങളെ സംബന്ധിച്ചൊരു പരിണാമമാണ്. ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തു. ഒരു പ്രാദേശികമായിട്ട് ഒരു പ്രദേശത്ത് മാത്രമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ദേശീയ തലത്തിലേക്ക് വളർന്നു, ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന തലത്തിലേക്ക് വളർന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടുന്ന രീതിയിലേക്ക് വളർന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കേരളത്തിന് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ സാഹചര്യത്തിലേക്ക് വളർന്നു. അപ്പോ ഞങ്ങളിവിടെ ഈ ഒരു സഖ്യത്തെ കാണുന്നത്, ഈ ഒരു തീരുമാനത്തെ കാണുന്നത് കേരളത്തിന്റെ വികസനത്തിനുള്ള ഒരു കുതിപ്പായിട്ടാണത്. നമുക്കറിയാം, കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായിട്ട് ഇടതും വലതും മാറി മാറി ഭരിച്ച് കേരളത്തെ ഒരു 50 വർഷം പിറകിലേക്ക് കൊണ്ടുപോയതല്ലാതെ ഒരു വളർച്ചയും ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതേസമയത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ 10 മടങ്ങായിട്ടുള്ള വികസനം പ്രാപിച്ചു. ഇപ്പൊ തന്നെ നമുക്കറിയാം, ആന്ധ്രാപ്രദേശ്, സൌത്ത് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശ്
ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വികസനം പ്രാപിച്ച് വികസനത്തിന്റെ കുതിപ്പ് നടത്തുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു. കാരണം എന്താ? ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുമായിട്ടുള്ള സഖ്യമാണത്. 10,000 കോടി രൂപയാണ് ആന്ധ്രാപ്രദേശിലേക്ക് ഒഴുകുന്നത്. നിരവധി ഹൈവേകള്, നിരവധി വികസന പ്രഖ്യാപനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടികളുടെ നിക്ഷേപങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ആക്ഷേപിക്കുന്നവരും മുതലക്കണ്ണുനീരൊഴുക്കുന്നവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു സഖ്യത്തിൽ കൂടി കേരളം എന്തുകൊണ്ടൊരു ആന്ധ്രാപ്രദേശ് ആയിക്കൂടാ? കേരളം എന്തുകൊണ്ട് ഒരു ഗുജറാത്ത് ആയിക്കൂടാ? എന്തുകൊണ്ട് 10,000 കോടി രൂപ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഈ കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വികസനം പ്രാപിച്ച ഒരു സംസ്ഥാനമായിക്കൂടാ? അപ്പോ അതാണ് ഞങ്ങൾ ലക്ഷ്യം കാണുന്നത്. ഇപ്പോ പല ആളുകളും, പ്രത്യേകിച്ച് CPM-കാരും കോൺഗ്രസുകാരും മുതലക്കണ്ണുനീരൊഴുക്കുകയാണ് ഞങ്ങളുടെ ഈ സഖ്യത്തെ ഓർത്ത്. പരസ്പരം തെറി വിളിച്ച് ബദ്ധശത്രുക്കളായിരുന്ന ആളുകള് ഒരേ വാഹനത്തില് അരിവാൾ ചുറ്റിയും കൈപ്പത്തിയും കെട്ടി 2020-യെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോ ഇവരുടെ ആശയമെല്ലാം എവിടെയായിരുന്നു? അന്നൊന്നും ആർക്കും ഈ മുതലക്കണ്ണീര് കണ്ടില്ലല്ലോ. അപ്പൊ അത്രയും നീചമായിട്ടുള്ള വൃത്തികെട്ട ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയപ്പോ ആരും അതിനെപ്പറ്റി പരിതപിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. ഇപ്പോ ഞങ്ങളിങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഇന്ത്യ ഭരിക്കുന്ന 140 കോടി ജനങ്ങള് ഒരു തവണയല്ല, തുടർച്ചയായിട്ട് 3-ാം തവണയും തിരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റ്, മോഡി സർക്കാർ, അതിനോടാണ് ഞങ്ങൾ സഖ്യം ചേർന്നിരിക്കുന്നത്. അല്ലാതെ ഈ കേരളം കട്ടുമുടിച്ച് നശിപ്പിച്ച് ഇന്നത്തെ സാഹചര്യമാക്കിയ ഇടതിനോടോ വലതിനോടോ അല്ല, ഇന്ത്യ ഭരിക്കുന്ന 12 വർഷമായിട്ട് ഭരിക്കുന്ന ഒരു പാർട്ടിയോടാണ് ഞങ്ങൾ സഖ്യമുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ നമുക്കറിയാം, ഞാന് ഈ പറയുന്ന 12 വർഷം മുമ്പ് ലോകം മുഴുവനായിട്ട് സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. പലപ്പോഴും പല സ്ഥലത്ത് നമ്മൾ സഞ്ചരിക്കുമ്പോഴും ഇന്ത്യക്കാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-ാം-കിട രാജ്യത്തിൽ നിന്ന് വന്ന് പട്ടിണി കിടക്കുന്ന ആളുകളായിട്ടാണ് നമ്മളെ കണ്ടിരിക്കുന്നത്. വളരെ പുച്ഛത്തോടെയാണ് ഇന്ത്യക്കാരെ വീക്ഷിച്ചിരുന്നത്. തല കുനിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. പക്ഷെ ഇന്ന് ആ സാഹചര്യം മാറി. ഇന്ന് തല ഉയർത്തി നിൽക്കാം ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ നിൽക്കാവുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നു. ആരാണ് ആ മാറ്റം കൊണ്ടുവന്നത്? അവരുമായിട്ടാണ് ഞങ്ങൾ സഖ്യമുണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെ രാഷ്ട്രീയപരമായിട്ട് എതിർക്കുന്നവർക്ക് എതിർക്കാം. പക്ഷേ നമ്മൾ ചിന്തിക്കണം, കേരളം ഒരു അനാഥാലയമായിട്ടാണോ മാറേണ്ടത്? എന്തുകൊണ്ട് നമ്മുടെ യുവാക്കൾ ഇവിടെ നിന്ന് നാട് വിട്ടുപോകുന്നു? ആരുണ്ടാക്കി ഈ സാഹചര്യം? ആ സാഹചര്യത്തിന് മാറ്റം വരണ്ടേ? ഈ കേരളം വീണ്ടും ഒരു ദരിദ്ര രാജ്യമായിട്ട് മുന്നോട്ട് പോയാൽ മതിയോ? അതിന് മാറ്റം വരണമെങ്കിൽ തീർച്ചയായിട്ടും 2020-ക്ക് അതില് വലിയൊരു പങ്ക് വഹിക്കാൻ സാധിക്കും. അപ്പോ ഈ 2020-യുടെ NDA പ്രവേശനം, പലരും ഇതിനെ 2020 BJP-യിൽ ലയിച്ചു. അത് തെറ്റായിട്ടുള്ളൊരു വ്യാഖ്യാനമാണ്. ഞങ്ങളും BJP-യുമായിട്ട് യാതൊരു വിധത്തിലുള്ള ലയനമോ അല്ലെങ്കിൽ അങ്ങനെയല്ലാതെ ഒരു സഖ്യത്തിന്റെ ഭാഗമായിട്ട്, അതിൽ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, അതിലൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ഒരു സഖ്യ കക്ഷിയായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ആശയങ്ങളോ അവകാശങ്ങളോ ഞങ്ങളുടെ തീരുമാനങ്ങളോ ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു സഖ്യമല്ല ഇത്. 2020 എന്ന് തുടങ്ങിയോ, എന്തിനു വേണ്ടി തുടങ്ങിയോ, അതേ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഞങ്ങളുടെ പ്രവർത്തനം. അല്ലാതെ ഞങ്ങളുടെ ആശയങ്ങളും മൂല്യങ്ങളും ബലികെടുത്തുകൊണ്ട് ഒരു സഖ്യത്തിലും ഞങ്ങള് നിലനിൽക്കില്ല. അപ്പോ
തീർച്ചയായിട്ടും ഇത് BJPയുമായിട്ടുള്ള സഖ്യം, ഇത് NDA, ഒട്ടനവധി ഇന്ത്യയിലെ കക്ഷികള്, രാഷ്ട്രീയ പാർട്ടികൾ സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സഖ്യത്തിലാണ് ഞങ്ങളും ചേർന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് പല ആളുകളും വിട്ടുപോയി എന്ന് ചില ന്യൂസുകളും അതിനെപ്പറ്റി അതേ രീതിയിൽ പ്രചരിപ്പിക്കാനാണ് ഇവിടുത്തെ ആളുകൾ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിട്ടുപോയവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഞാൻ പറഞ്ഞല്ലോ, 2012 ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനിൽ നിന്ന് മത്സരരംഗത്തേക്ക് വന്നപ്പോ ഇതിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും BJPക്കാരും വിട്ടുപോയിട്ടുണ്ട്. അതൊരു പരിണാമത്തിന്റെ അല്ലെങ്കിൽ നമ്മളെടുത്ത നിലപാടിൽ നിന്ന് മാറിയപ്പോ അതുണ്ടായതാണ്. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു വിട്ടുപോക്കാണത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, കോൺഗ്രസ് ആശയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇതിലുണ്ട്. കാരണം വിവിധ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നവരുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് 2020. അപ്പൊ തീർച്ചയായിട്ടും അതുണ്ടാകും. അവരെ ഒരിക്കലും ഞാൻ തെറ്റ് പറയില്ല. കാരണം ഒരു മാറ്റം, ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടൊരു തീരുമാനമെടുത്തു, അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വന്നു. അവർക്ക് വ്യക്തിപരമായിട്ടുള്ള ചിന്തിക്കാനും തീരുമാനിക്കാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇനിയും കുറച്ചുപേര് പോയിന്ന് വരും. പക്ഷേ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, 1, 2, 3 വ്യക്തികള് പോയത് മാത്രമാണ് നമ്മൾ വലിയ തലക്കെട്ടോടുകൂടി അതിനെ പ്രസിദ്ധപ്പെടുത്തുന്നത്. പക്ഷേ ഒരാൾ പോകുന്ന സമയത്ത് 100 ആയിരക്കണക്കിന് ആളുകൾ ഇതിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് എന്നുള്ളത് ആരും മറക്കരുത്. അപ്പോ തീർച്ചയായിട്ടും പോകുന്നവരെ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ വിശ്വാസമാണ്. പോകുന്നവർ പോകട്ടെ. അതിനെ തടയാനോ അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനോ ഞങ്ങൾ ശ്രമിക്കാറില്ല, അതിനുവേണ്ടി ശ്രമിക്കുകയുമില്ല. അപ്പോ തീർച്ചയായിട്ടും ഇത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ് ഈ കേരളത്തിന് വേണ്ടിയിട്ട്. ഇപ്പോ നമുക്കറിയാം, ഇടതും വലതും ന്യൂനപക്ഷങ്ങളെ ഓർത്ത്, ന്യൂനപക്ഷങ്ങളെ ചൊല്ലി ഒരുപാട് വിലപിക്കുന്നുണ്ട്. എന്നാൽ ഇവർക്ക് ആർക്കെങ്കിലും ഈ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഇവര് 2 ആടുകളെ കൂട്ടിയിടിപ്പിച്ച് അതിന്റെ രക്തം കൂട്ടി കുടിക്കുന്ന ചെന്നായ്ക്കളുടെ റോളാണ് LDFും UDF കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ തമ്മിൽ അടുപ്പിച്ച് അവരുടെ രക്തം ഊറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് ആർക്കും ഇതിന് പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. അവർ പരിഹാരം കാണുകയുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് അവരെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ മുതലെടുപ്പാണ്. രാഷ്ട്രീയം എത്രത്തോളം ഉണ്ടോ അത്രയും കാലം ഈ ന്യൂനപക്ഷങ്ങളെ തമ്മിൽ അടുപ്പിച്ച് അതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനായിട്ടുള്ള ശ്രമങ്ങളാണ് LDFും UDFും നടത്തുന്നത്. പക്ഷേ ഞങ്ങളുടെ ഈ NDA പ്രവേശനം തീർച്ചയായിട്ടും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ, അവര് നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അത് കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടിയിട്ട് അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടുപിടിക്കുക, അതിനൊരു പരിഹാരം കണ്ടെത്തുക, അതായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ തീർച്ചയായിട്ടും അതിനുവേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ തീരുമാനം ഇതില് സ്റ്റേറ്റ് കമ്മിറ്റിയും അതുപോലെ ജില്ലാ കമ്മിറ്റിയും അതിലുള്ള എല്ലാ ആളുകളുടെയും അനുവാദത്തോടു കൂടി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ചർച്ചകൾ നടത്തി തീരുമാനമെടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ്. എല്ലാവരും അത് മനസ്സിലാക്കി കേരളത്തിന്റെ വളർച്ച, കേരളത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന ഏതൊരാളും ഈ ഒരു കൂട്ടുകെട്ടിനെ അനുകൂലിക്കണം. രാഷ്ട്രീയം മറന്ന് കേരളത്തിന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവര് ഇതിനെ അനുകൂലിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ 2020 എന്ന് പറയുന്നത് ഓൺലൈനിൽ കൂടി മെമ്പർഷിപ്പ് എടുക്കാവുന്ന ആളുകളാണ്. പല ആളുകളും ഏതെങ്കിലും പേപ്പറിൽ കാണുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവര് മെമ്പറായിരുന്നു എന്നുള്ളത്. ഞങ്ങളെ ഭാരവാഹികളായിട്ടിരുന്ന ആരും തന്നെ വിട്ടുപോയിട്ടില്ല. ഇനി അങ്ങനെ വിട്ടുപോയിട്ടുണ്ടാവാം, വിട്ടുപോകാം. ഞാൻ പറഞ്ഞല്ലോ,
ഓരോരുത്തരും അവർക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും തീരുമാനമെടുക്കാനും അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് നിൽക്കാനും സാധ്യതയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എത്രയോ പേര് വിട്ടുപോകുന്നു, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എത്ര പേര് വിട്ടുപോകുന്നു, ബിജെപിയിൽ നിന്ന് എത്രയോ പേര് വിട്ടുപോകുന്നു. ഇത് പുതിയതായിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല. അത് ഈ പാർട്ടി അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം തുടങ്ങിയ 2012 മുതൽ ഈ 14 വർഷവും ഇത് സംഭവിച്ചിട്ടുണ്ട്, ഇനിയും സംഭവിക്കും. അതില് ഒരു അതിശയോക്തി ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളായാലും ഞാനായാലും എടുക്കുന്ന തീരുമാനങ്ങൾ അവരെടുത്തിട്ടുള്ളൂ. അതിനവരെ കുറ്റം പറയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പോകുന്നവർ പോകട്ടെ. എന്തുകൊണ്ട് വരുന്നവരെ പറ്റി ചിന്തിക്കുന്നില്ല? അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനായിട്ടല്ല ഇരിക്കുന്നത്, ഒരു സഖ്യത്തിന്റെ ഭാഗമായിട്ടാണത്. സഖ്യമെന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് ആരൊക്കെ മത്സരിക്കണം, എവിടെയൊക്കെ മത്സരിക്കണം എന്ന് തീരുമാനിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചർച്ച ഇതുവരെ നടന്നിട്ടില്ല. അതിനെപ്പറ്റി ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. എല്ലാവരും വിചാരിക്കുന്നത് സാധാരണ രീതിയിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നവരൊക്കെ അധികാരത്തിന് വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ട്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണത്. ഞാൻ ഈ 14 വർഷമായിട്ട് ഈ കേരളത്തിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ പാവപ്പെട്ടവർക്ക്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതല്ലാതെ ഒരിക്കലും ഈ 3 കാര്യങ്ങളും ആഗ്രഹിച്ചുകൊണ്ടല്ല. അതുകൊണ്ട് മത്സരിക്കണമെന്ന് ഇപ്പോ ഈ ഇരിക്കുന്ന നിമിഷത്തിൽ മനസ്സിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെ തീരുമാനമെടുത്തിട്ടില്ല.